യോഹന്നാൻ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 1 വായിക്കുമ്പോൾ ദൈവവചനം പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന്. നമ്മുടെ ഹൃദയം എപ്പോഴും ആയിരിക്കുന്നത്, നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ പല പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സ് ആകുലപ്പെട്ട്, നമ്മുടെ ഹൃദയം ചിന്താകുലമായി, എന്ത് ചെയ്യണമെന്നറിയാതെ, നാളെക്കുറിച്ച് വിചാരപ്പെട്ട് ഭാരപ്പെട്ട്, ഇനി ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ഒരു വഴിയുമില്ല, പണമില്ല, മക്കളുടെ ഫ്യൂച്ചർ എന്താകും, എൻ്റെ ഫ്യൂച്ചർ എന്താകും, കല്യാണം എങ്ങനെ നടക്കും, വീടിൻ്റെ അവസ്ഥ എന്താകും എന്നൊക്കെ ഓർത്ത് പല 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 ഭാരത്താൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കണം. ദൈവവചനം പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്ന്. ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്ന് ദൈവം പറയണമെങ്കിൽ ദൈവത്തിൻ്റെ മുന്നിൽ സൊല്യൂഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ദൈവം അത് പറയുന്നത്. ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒരു കാര്യവുമില്ല. നമ്മളുടെ പ്രശ്നങ്ങളല്ല നമ്മൾ നോക്കേണ്ടത്. എന്നിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. എന്നിലായിരിക്കുന്നവൻ ഹല്ലേലൂയ സർവശക്തനായ ദൈവമാണ്. ഈ ലോകത്തായിരിക്കുന്ന പ്രശ്നത്തെ മറികടക്കുവാൻ ആ ദൈവത്തിന് കഴിയും എന്ന് നാം വിശ്വസിക്കണം. അവനിൽ നാം ആശ്രയിക്കുവാനായി തുടങ്ങണം. ആ സർവശക്തനിൽ നാം ആശ്രയിക്കുവാനായി തുടങ്ങണം. ദൈവവചനം, ഒരുവൻ ക്രിസ്തുവിലായാൽ, കർത്താവ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ അവൻ്റെ അപ്പോഴായിരിക്കുന്ന ആ സകല പ്രശ്നത്തിൽ നിന്നും ഒരു സൊല്യൂഷൻ ദൈവം അന്നു മുതൽ അവനിൽ കാണുവാനായി തുടങ്ങും. ദൈവം അന്നു മുതൽ അവനിൽ ഒരു സൊല്യൂഷൻ കൊടുക്കുവാനായി തുടങ്ങും. അതെങ്ങനെ മുന്നേറണം, ഓരോ വഴികളായി ഓപ്പണായി തുടങ്ങും. ആ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കുവാനായി സാധിക്കും. ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ ആദ്യം നമുക്ക് ലഭിക്കുന്നത് ഒരു സമാധാനമാണ്. കർത്താവ് സമാധാന പ്രഭുവാണ്. അവൻ നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവമാണ്. നമ്മുടെ പ്രാണൻ എന്തെന്നില്ലാത്ത ആനന്ദം കൊണ്ട് നിറയും. ആ പ്രശ്നങ്ങൾ എത്ര തന്നെയാണെങ്കിലും, ഈ പ്രശ്നമൊന്നും എന്നെ തൊടത്തില്ല, ഈ പ്രശ്നത്തെ ഞാൻ മറികടക്കുമെന്ന് പറയാനായി തുടങ്ങും. കാരണം നാം ഈ ലോകത്തിലുള്ളവനല്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അതുമാത്രമല്ല, നമ്മൾ അന്ന് മുതൽ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മുടെ അഡ്രസ്സ് മാറി, നമ്മൾ ദൈവത്തിൻ്റെ പൈതലായി മാറുകയാണ്. ആ സമയത്ത് നമ്മൾ ഈ ലോകത്തിലുള്ളവരല്ല, നമ്മൾ സ്വർഗത്തിലെ പൗരന്മാരാണ്. ആ സ്വർഗീയ പൗരന്മാരായി നമ്മൾ മാറുകയാണ്. അപ്പോൾ ഈ ലോകത്തിലെ എത്ര വലിയ പ്രശ്നമാണെങ്കിലും നമ്മൾ സ്വർഗത്തിലിരുന്ന് നോക്കുമ്പോൾ ആ പ്രശ്നമെല്ലാം ചെറുതായിട്ടേ തോന്നത്തുള്ളൂ. അതുകൊണ്ട് ദൈവവചനം പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യവുമില്ല. കർത്താവ് ബൈബിളിൽ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട. ദൈവം കള്ളം പറയുന്ന വ്യക്തിയല്ല. ദൈവം കള്ളം പറയുന്നവനല്ല. കള്ളം പറയുവാൻ അവൻ മനുഷ്യനല്ല. വാക്ക് മാറുവാൻ അവൻ മനുഷ്യനല്ല, ദൈവമാണ്. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. നമ്മുടെ ലൈഫിൽ എന്ത് തന്നെ പ്രശ്നമുണ്ടെങ്കിലും സർവശക്തനായ ദൈവത്തിന് നമ്മുടെ ലൈഫിനെ തൊടുവാനായി കഴിയും. നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുവാനായി കഴിയും. ദാവീദിനെ എടുത്ത് നോക്കുവാണെങ്കിൽ, ദാവീദും ഗോലിയാത്തും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദാവീദിൻ്റെ കയ്യിലായിരിക്കുന്നത് ആകെ ഒരു കവിണയും 5 മിനുസമുള്ള കല്ല് മാത്രമാണ്. അതും കൊണ്ടാണ് ദാവീദ് ഗോലിയാത്തിനെ നേരിടുവാനായി പോകുന്നത്. ഗോലിയാത്താണെങ്കിലോ ബാല്യം മുതലേ യോദ്ധാവായ ഒരുവൻ. ബാല്യം മുതലേ അവൻ യുദ്ധം അഭ്യസിച്ച് യോദ്ധാവായ ഒരുവനാണ് ഗോലിയാത്ത്. പക്ഷെ ദാവീദിൻ്റെ മുന്നിലായിരിക്കുന്ന ആ ഗോലിയാത്തിനെയോ, ആ ഗോലിയാത്തിൻ്റെ ശക്തിയെയോ, ആ സൈന്യത്തെയോ അല്ല ദാവീദ് നോക്കിയത്. ദാവീദിൻ്റെ മുന്നിലായിരിക്കുന്ന ആ ദൈവത്തെ മാത്രമാണ് ദാവീദ് നോക്കിയത്. അതുപോലെ ആയിരിക്കണം നാമും. നമ്മുടെ മുന്നിലായിരിക്കുന്ന എന്ത് പ്രശ്നമാണെങ്കിലും നമ്മൾ ആ പ്രശ്നത്തെ നമ്മൾ ഒരിക്കലും നോക്കേണ്ട കാര്യമില്ല. ആ പ്രശ്നം നമ്മുടെ മുന്നിൽ മുട്ടുമടക്കും. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ചിലർ പറയുന്നത് പോലെ, ഈ പ്രശ്നം എന്നെയും കൊണ്ടേ പോകുള്ളൂ. അങ്ങനെ നാം ഒരിക്കലും പറയരുത്. കാരണം നമ്മുടെ നാവിൽ ദൈവം ചില അധികാരം തന്നിട്ടുണ്ട്. ദൈവവചനം പറയുന്നത്, മരണവും ജീവനും നിൻ്റെ നാവിന്മേൽ ഞാൻ തന്നിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് നമ്മൾ ദൈവവചനത്തെ കൺഫസ് ചെയ്യണം. ഈ ലോകം സംസാരിക്കുന്നത് പോലെ ആയിരിക്കരുത് ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു പൈതൽ സംസാരിക്കേണ്ടത്. ലോകം പറയുന്നത് നെഗറ്റീവായിരിക്കും. അവർ കാണുന്നത് എപ്പോഴും ആ നെഗറ്റീവ്. കാരണം നാളെ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അവരുടെ പഠനത്തിൽ അവർ പഠിച്ചത് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ദൈവവചനത്തിൽ മാത്രമായിരിക്കണം. ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഒരു മക്കളും തോറ്റു പോകത്തില്ല.
ഹല്ലേലൂയ. മരണത്തെ ജയിച്ച സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ, ദൈവവചനത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ പ്രവർത്തിക്കുവാനായി തുടങ്ങും. നമ്മുടെ ലൈഫിൽ ദൈവം സമാധാനം കൊണ്ട് നിറയ്ക്കുവാനായി തുടങ്ങും. നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുവാനായി തുടങ്ങും. ദൈവവചനം നമ്മുടെ ഉള്ളിനകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ കൂടി അത് വ്യാപരിക്കുവാനായി തുടങ്ങും. നമ്മുടെ ബിഹേവിയറിൽ കൂടി അത് വ്യാപരിക്കുവാനായി തുടങ്ങും. മറ്റുള്ളവർക്ക് തോന്നും, അതിശയം തോന്നും, ഇതെങ്ങനെ, ഇവൾ അങ്ങനെ ആയിരുന്നല്ലോ, പണ്ട് ഇവൾ അങ്ങനെ ജീവിച്ചിരുന്നതായിരുന്നല്ലോ, ആ കാലഘട്ടത്തിലൂടെ പോയതായിരുന്നല്ലോ എന്ന് തോന്നും. ആ വിധത്തിൽ ദൈവം നമ്മെ മാറ്റുവാനായി തുടങ്ങും. ഗോഡ് ബ്ലെസ് യു.